നിങ്ങൾക്ക് ഏവർക്കും മിനുങ്ങും താരത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ മിനുങ്ങും താരം അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സുപരിചിതനായ മലയാള സിനിമയുടെ കോമഡിയനായ വളിപ്പ് തമാശകളിലൂടെ മലയാളികളുടെ മനം കവർന്ന പ്രശസ്തനായ ശ്രീ ജഗദീഷ്. വെൽക്കം സർ ജഗദീഷ്. മാന്യ പ്രേക്ഷകർക്ക് മിനുങ്ങും താരം എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ രണ്ട് കൈകൾ കൂട്ടിയടിച്ചാലുണ്ടാകുന്ന ആ കയ്യടിയാണ്. അപ്പൊ ഒന്ന് നന്നായി ഒന്ന് കൈയടിച്ച്. താങ്ക് യു. മിനി സ്ക്രീനിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് ഒരു പിടി താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മിനുങ്ങും താരം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് തന്നെ. കൊക്കും പൂഞ്ചിറകും ഒക്കും കാത്തുകിളി ഒക്കും എൻ്റെ ഉള്ളം പ്രിയ ചാരുതേ വരു ചാരുതേ. കൊക്കും പൂഞ്ചിറകും ഒക്കും കാത്തുകിളി ഒക്കും എൻ്റെ ഉള്ളം പ്രിയ ചാരുതേ വരു ചാരുതേ. താങ്ക് യു. ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മിമിക്രി താരങ്ങളല്ല, നമ്മളുടെ കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ മിനുങ്ങും താരം എന്ന പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. അതിലാദ്യമായി പാർട്ടിപ്പിച്ച് നാളെ ഞാൻ വിളിക്കുകയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമൻ മാരാരിക്കുളം. നല്ലൊരു കൈയോടുകൂടി നമുക്ക് അച്ചുമാമൻ സ്വീകരിക്കാം. അച്ചുമാമൻ മാരാരിക്കുളം. പോയിക്കോളൂ. ഈ മിന്നും താരം എന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതിനു മുമ്പ് ഒരു രണ്ട് വാക്ക് എനിക്ക് ഇവരോട് സംസാരിക്കണം. സംസാരിച്ചോളൂ. പ്രിയമുള്ളവരെ, ഈ സായാഹ്നത്തിൽ ഇവിടെ നടക്കുന്ന ഈ നല്ല പരിപാടി കാണുവാൻ വന്ന അബുദാബിയിലെ എല്ലാ കലാപ്രേമികൾക്കും നിങ്ങളുടെ ഈ അച്ചുമാമന്റെ ലാൽ സലാം. നല്ലൊരു കയ്യടി. കൂടാതെ ജഗദീഷ് അവതരിപ്പിക്കുന്ന ഈ മിനുങ്ങും താരത്തിൽ എന്നെ പങ്കെടുക്കാൻ വിളിച്ചതിൽ ജഗദീഷിനോട് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സർ. സാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുമ്പോ സാറിനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു പുലിയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പുലിയായിരുന്നില്ല, ഞാനൊരു ആനയായിരുന്നില്ലടോ. ആനയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തോട്ടിയില്ലാത്ത ഒരു പാപ്പാൻ. വളരെ കറക്റ്റാണ്. ഈ അങ്ങ് ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ പീഡനത്തിൽ ഉൾപ്പെട്ട VIP യെ പിടിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇതുവരെ അത് പിടിച്ചു കണ്ടില്ല. അതിനെ കുറിച്ച് പറഞ്ഞാൽ അതെന്റെ വകുപ്പല്ല. അപ്പൊ ഈ മറ്റേ സ്വാശ്രയ കോളേജിന്റെ പ്രശ്നത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ, ഈ രൂപ തായും അതിരൂപ തായും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിദ്യാഭ്യാസം എന്റെ വകുപ്പല്ല. അല്ലപ്പോ ഈ മറ്റേ ഈ പോലീസ് വകുപ്പിലെ ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആഭ്യന്തരം. അതെ, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജഗദീഷ്, അതും എന്റെ വകുപ്പല്ല. അല്ല, കുറെ നേരമായി പറയുന്നു അതെന്റെ വകുപ്പല്ല എന്ന്. പിന്നെ എന്താ വകുപ്പ്? അത് തന്നെയാണോ ഞാൻ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നത്. എന്താ എന്റെ വകുപ്പ്? വകുപ്പുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണല്ലോ വ്യാജ CD. അതെ, വ്യാജ CD യെ കുറിച്ച് എന്താണ് അഭിപ്രായം? വ്യാജ CD യെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി ഇപ്പോ നിലവിൽ പോരാ. അല്ല, വ്യാജ CD നിർത്തലാക്കാൻ എന്ത് ചെയ്യണം? വ്യാജ CD നിർത്തലാക്കണമെങ്കിൽ മലയാള സിനിമ തന്നെ നിർത്തലാക്കണം. അല്ല, മറ്റൊരു കാര്യം, ഈ
ഫ്ലൈറ്റിൽ പോകുമ്പോ ഈ മന്ത്രിമാരൊക്കെ എങ്ങനെ തുടങ്ങി അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫ്ലൈറ്റിലെ കേസ് പറഞ്ഞാൽ സാധാരണ ഒരു ബെൽറ്റ് അല്ല ജഗദീഷേ. അതെ. എന്റെ ഭരണത്തിൽ കയറിയപ്പോൾ ഞാൻ 3 ബെൽറ്റ് ആക്കി. 3 ബെൽറ്റോ? ആ. എങ്ങനെ? ഒന്ന് കഴുത്തിൽ, രണ്ടാമത്തത് അരയിൽ, മൂന്നാമത്തത് കാലിന്മേൽ. അല്ലെ, രണ്ടെണ്ണം മനസ്സിലായി, ഈ കാലുമേലത്തെ മനസ്സിലായില്ലല്ലോ. കാലുമേലത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചിലർക്കൊക്കെ കാലുകൊണ്ട് ദിങ്ങനെ ഒരു പ്രയോജനമുണ്ടല്ലോ. അത് ശരിയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ചോദിച്ചോ. പെരിയാർ ഇപ്പോ ചെളി കലങ്ങി കിടക്കുകയാണല്ലോ, അതിനെ കുറിച്ച്, പെരിയാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചെളി കലങ്ങിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ ജഗദീഷേ, എന്റെ ഭരണം തന്നെ കലങ്ങിയിരിക്കുക, പിന്നെയല്ലേ പെരിയാറിലെ ചെളി. താങ്ക് യു സാർ. താങ്കൾക്ക് മത്സരിക്കാം മിനുങ്ങൻ താരത്തിലേക്ക്. അങ്ങോട്ട് മാറി നിന്നോളൂ. അടുത്തതായി നമ്മുടെ പാർട്ടിസിപ്പന്റിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അന്തപ്പൻ ചേർത്തല. നമ്മളുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി അന്തപ്പൻ ചേർത്തലയെ ഈ മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അന്തപ്പൻ ചേർത്തല, നല്ലൊരു കൈയ്യടി, നല്ലൊരു കൈയ്യടി. ഇതും കൂട്ടി എന്റെ മൂന്നാമത്തെ വരാട്ടോ. തുടങ്ങിക്കോളൂ. അബുദാബിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമ്മമാര്, പെങ്ങന്മാര്, അവരുടെ കൊച്ചു കൊച്ചു കുറ്റികളെ, നിങ്ങൾക്കേവർക്കും AK അന്തപ്പൻ്റെ നമസ്കാരം. ഒരു നല്ല കൈയ്യടി, നല്ല കൈയ്യടി, ഒരു ഉഷാർ വേണ്ടേ, ഉഷാർ. അതെ, നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വമേധയെ രാജിവെച്ച എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വകുപ്പ്, സത്യം പറയാമല്ലോ, വളരെ പൈശാചികവും വളരെ മൃഗീയമായൊരു വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് ചാരായം എന്ന മദ്യനിരോധനം നടപ്പിലാക്കിയതിലൂടെയാണ്. അപ്പോൾ ഈ പ്രതിരോധ വകുപ്പിൽ എങ്ങനെ പ്രശസ്തനാകാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ഈ പട്ടാളക്കാരുടെയൊക്കെ മിലിറ്ററിക്കാരുടെയൊക്കെ കോട്ടയുണ്ടല്ലോ, അതപ്പാടെ അങ്ങ് നിരോധിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പൊന്നു സാറ്, ആ കോട്ട നിരോധിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാരെ അങ്ങനെ തല വെച്ചേക്കില്ല. അവർക്ക് ആകെ കിട്ടുന്ന സാധനം അത് മാത്രാ. അവർ തോക്കിയുണ്ടോ? തോക്കൂ? എങ്ങനെ തോക്കും? എൻ്റെ പൊന്നു ജഗദീഷേ, പട്ടാളക്കാർ തോക്ക് ചൂണ്ടിയാലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ലീഡറുടെയും മകന്റെയും മൃഗീയമായ പീഡനങ്ങളുടെ മുമ്പിൽ ഈ പട്ടാളക്കാരുടെ തോക്കൊന്നും ഒന്നുമല്ല. അതല്ലേ, അത് കറക്റ്റ് ആണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. അങ്ങ് ഈ മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നിട്ട് കല മുടച്ചു കളഞ്ഞല്ലോ. എന്താ? ഈ കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എങ്ങനെയാണ് ഈ പ്രതിരോധ വകുപ്പ് സംഘടിപ്പിച്ചത്? അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മബലം തരും മോണിയല്ലോ. അതെ, നമ്മൾ അത്യാവശ്യം പത്രക്കാരുടെയോ ചാനലുകാരുടെയോ എടുത്ത് 1-2 വാക്ക് പറഞ്ഞ് ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതി, ബാക്കിയൊക്കെ മോണിയാജി ചെയ്തു തന്നോളൂ. താങ്ക് യു സാർ. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, ഒരു കുസൃതിയാണ്. ഒരു യുദ്ധം ഇപ്പോൾ നടന്നു എന്ന് കരുതുക. സാർ, യുദ്ധം നടന്നു എന്ന് ഞാൻ വിചാരിക്കാനാണ് പറഞ്ഞത്. ഒരു യുദ്ധം നടക്കുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. പാകിസ്ഥാൻ ഒരു പേട്രിയറ്റ് മിസൈൽ ഇങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ സാർ എന്ത് അയക്കും? ഞാനും അയക്കും. ജപ്പാനുമായിട്ട് നമ്മളൊരു യുദ്ധം ഉണ്ടാകുകയാണ്. അപ്പൊ ജപ്പാൻ ഒരു സ്കഡ് മിസൈൽ നമുക്ക് അയക്കുന്നു. അപ്പോ സാർ എന്തായിരിക്കും? ഞാനും അയക്കും. ഇപ്പൊ ഇറാഖുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണ്, അവരും ഒരു പേട്രിയറ്റ് ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പൊ സാർ എന്തായിരിക്കും? ഞാനും അയക്കും. അല്ല, കുറെ നേരമായി സാർ അയക്കും അയക്കും എന്ന് പറയുന്നു. സാർ എന്താണ് അയക്കുന്നത്? നീട്ടിപ്പിടിച്ചൊരു രാജിക്കത്തെഴുതി നേരെ കേന്ദ്രത്തിലേക്ക് അയക്കും. അയ്യോ, ശരി ശരി, ഇങ്ങോട്ട് മാറി നിന്നോ. ദൈവമേ, യുദ്ധം ഒന്നും വരാതിരിക്കട്ടെ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. നമുക്ക് തൊമ്മൻചാണ്ടി പുൽപ്പള്ളിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മ്യൂസിക് മ്യൂസിക്.
മ്യൂസിക്. അതിവേഗം ബഹുദൂരം ആയത് കണ്ടതായിരുന്നു. എന്തെങ്കിലും ഒന്ന് ഒന്ന് എല്ലാ അബുദാബി മലയാളികൾക്കും എൻ്റെ നമസ്കാരം. പിന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച ജഗദീഷനും എൻ്റെ നന്ദി നമസ്കാരം. അല്ലപ്പോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഉണ്ട വിവാദമാണല്ലോ. അതെ, അത് ഉണ്ടാ ഉണ്ട വിവാദത്തെ കുറിച്ച് എന്തെങ്കിലും? പണ്ട് കാലങ്ങളിൽ സഖാക്കൾ കണ്ടു കഴിഞ്ഞാൽ തീപ്പെട്ടി ഉണ്ടോ സഖാവേ ഒരു വീഡിയോ എടുക്കാൻ എന്ന് ചോദിക്കുമായിരുന്നു. ഇന്നതാണോ? പിന്നെ തോക്കുണ്ടോ സഖാവേ ഒരു വെടിയുണ്ടെടുക്കാൻ എന്ന് ചോദിക്കണം. വളരെ കറക്റ്റ് ആണ്. അതെ, ഞാൻ ഈ തിരുവനന്തപുരം എയർപോർട്ട് വന്നപ്പോ എന്റെ ബാഗിൽ ഉണ്ടായിരുന്നു 5 ഉണ്ട. ആ 5 ഉണ്ടയോ? ഞാൻ പേടിച്ചു പോയി. പിന്നെയല്ല മനസ്സിലായത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ ഭാര്യ എനിക്ക് കഴിക്കാൻ വേണ്ടി 5 അവലോസുണ്ട തന്നിരുന്നു. അതായിരുന്നു ബാഗില്. പക്ഷേ ഇവിടെ പല ആളുകളും ഉണ്ടയായിട്ട് നടപ്പുണ്ട്. ഇവരുടെ എല്ലാ ഉണ്ട ഞാൻ അടുത്ത് തന്നെ പുറത്തു കൊണ്ടുവരും. സാർ അത്ര ഇതൊന്നും പറയണ്ട. സാറിന്റെ ഭരണകാലത്ത് ഈ സുനാമി ഫണ്ട് വക മാറ്റി ചെലവഴിച്ചതല്ലേ? എന്ത് സുനാമി ഫണ്ട്? അത് ഈ സുനാമി ഫണ്ട് വക മാറ്റി. സാറേ പോരുത് സാറേ. മത്സരമുണ്ട്. ഈ എന്താ പറഞ്ഞ സുനാമി ഫണ്ട്? അത് ഈ സുനാമി ഫണ്ട് ഞാനിതൊക്കെ പറഞ്ഞ അതിനെന്തെങ്കിലും ചെയ്തോ? അത് ഈ സുനാമി ഫണ്ട് എന്ന് 10 പൈസ വക മാറ്റി ചെലവാക്കിയിട്ടില്ല. ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്, ഈ ആലപ്പുഴ കടപ്പുറത്ത് പോയി നോക്കൂ. അവിടെ ഒരൊറ്റ വീട്, ഒരു വീടാണ് ഞങ്ങൾ ഇതുവരെ പണിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ശരി. താങ്ക് യു സാർ. ജഗദീഷേ, ഈ സമ്മാനം ഞാൻ തന്നെ കൊണ്ടുപോകും കേട്ടോ. സമ്മാനം ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് താങ്കൾക്ക് മത്സരിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല, ലീഡർ ജി മാള. വെൽക്കം ടു ലീഡർ ജി മ്യൂസിക്. വളരെ സ്ലോ മ്യൂസിക് ആണ്. അയാൾ വളരെ അവശതയിലാണ്. സങ്കടമുണ്ട്. ആരും വിളിക്കുന്നില്ലല്ലോ. സങ്കടമുണ്ട്. പീഡനം വേണ്ട. നമസ്കാരം. വലിയ ലോറികളൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് കുറേ കാലം കൂടി പിടിച്ചിരിക്കാൻ പറ്റും. അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല സാർ, ഈ DIC പിരിച്ചുവിടാൻ എന്താ കാരണം? DIC പിരിച്ചുവിടാൻ എന്താ കാരണം? അല്ല, നമ്മളൊരു പശുവിനെ മേടിച്ചാൽ അതിനാദ്യം കാടിവെള്ളം കൊടുക്കും, പിന്നെ കൊപ്ര കൊടുക്കും, പിന്നെ എല്ലാ പോഷകാഹാരങ്ങളും കൊടുക്കും. പക്ഷെ വാവെടുത്തിട്ടും അതിനൊരു മാറ്റം കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? താങ്ക് യു സാർ. അടുത്തതായി ഇപ്പൊ നമ്മുടെ കവയത്രി നമ്മുടെ കമല സുരയ്യ പൂനെയിലേക്ക് പോയല്ലോ. സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അതിനെക്കുറിച്ച് അല്ല, ഞാൻ അവരായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് അവരെല്ലാവരെയും സ്നേഹിച്ചു, എല്ലാത്തിനെയും, പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും. അവരുടെ മാതൃതാരകം ആർക്കും വേണ്ട, അവരുടെ സ്നേഹ സാമ്രാജ്യം ആർക്കും വേണ്ട. പക്ഷെ ഞാനും ഇതുപോലെ കേരളത്തിലെ എല്ലാവരെയും സ്നേഹിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്റർനാഷണൽ എയർപോർട്ട് നടത്തി, ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കി, മക്കളെ ഓരോ നിലയിലെത്തിച്ചു. പക്ഷെ അവർക്കാർക്കും എന്നെ വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ട. എങ്കിൽ ഞാൻ പൂനെയിലേക്ക് പോകില്ല. അല്ല, അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ മകൻ മാത്രം വരും, മകൻ മാത്രം വരും. അതുമില്ല. മത്സരിക്കാം. അപ്പോ നമ്മുടെ ഇന്നത്തെ മിനിങ്ങൻ താരത്തിലെ 4 പാർട്ടിസിപ്പൻസിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവരുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യമായി വോയിസ് റൗണ്ടിൽ ആദ്യമായി വരുന്നത് അന്തപ്പൻ ചേർത്തല. മ്യൂസിക്. ഈ മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടാലും ജീവിച്ചു പോകാൻ വേണ്ടി
അല്പം മിമിക്രിയൊക്കെ ഞാനും വശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ കൃഷി വകുപ്പ് മന്ത്രി ഗൗരി അമ്മയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ വോയിസ് റൗണ്ടിൽ മുൻ കൃഷി മന്ത്രി ഗൗരിയമ്മയുടെ ശബ്ദവുമായി അന്തപ്പൻ ചേർത്തല വരികയാണ്. 1987 മന്നർ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നയങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കെട്ടായി അണിനിരത്തിയിട്ടുള്ളത് ശ്രീമതി KR ഗൗരിയമ്മയാണെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒന്നാണ്. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അടുത്ത വോയിസ് റൗണ്ടിൽ എന്താണ്? അടുത്തതായിട്ട് എൻ്റെ ഇതുപോലെ പെട്ടത്തിലേക്കുള്ളൊരു പഴയ നടനുണ്ടായിരുന്നു, അതാരാ? ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഭരത് ഗോപി. ഭരത് ഗോപി, ഭരത് ഗോപി. ഓക്കെ, ഭരത് ഗോപി ആയിട്ടാണ് അന്തപ്പൻ ചേർത്തല വരുന്നത്. വാശീരിയ മത്സരമാണ്. എന്താണോ പഠിക്കുന്നത്? നീണ്ട 14 വർഷക്കാലമായി നിന്നെ ഒന്ന് കാണണമെന്നുള്ള മോഹമായിരുന്നു മനസ്സിൽ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ മനസ്സുകൊണ്ടെങ്കിലും എന്നെ അച്ഛാ എന്ന് വിളിച്ചിട്ടുണ്ടോ? എന്താണോ പഠിക്കുന്നത്? എന്താ? വളരെ നന്നായിരുന്നു. അടുത്ത ശബ്ദം ഏതാണ്? അടുത്തായിട്ട് ഒരു പഴയകാല നടി ശ്രീ മാവേലിക്കര പൊന്നമ്മ, വളയം എന്ന ചിത്രത്തിലൂടെയൊക്കെ എല്ലാവർക്കും സുപരിചിതരാണ്. അപ്പൊ നടികളാണ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ ഓക്കെ. മാവേലിക്കര പൊന്നമ്മ. നിനക്ക് ആ സാമ്പാർ അങ്ങോട്ട് വിളമ്പി കൊടുത്താലെന്താ? കയ്യിലെ വളയിൽ പോകുവോ? ദേ മനുഷ്യനെ എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത്. കണ്ടവന്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരം ഇവിടെ മുറിയെ കയറ്റി വിട്ടേച്ച് അഭിപ്രായം പറയുന്നു. ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ 4 പൊടിയും. താങ്ക് യു, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? മതി, മതി. വളരെ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു വോയിസ് റൗണ്ടിൽ അന്തപ്പൻ ചേർത്തല കാഴ്ചവെച്ചത്. ഇനിയും 3 മത്സരാർത്ഥികൾ അവശേഷിക്കുകയാണ്. അടുത്തതായി ഈ മത്സരത്തിലേക്ക് വരുന്നു അച്ചുമാമൻ മാരാരിക്കുളം. നമുക്ക് നോക്കാം അച്ചുമാമൻ മാരാരിക്കുളത്തിന്റെ കയ്യിൽ എന്താണ് സ്പെഷ്യലായി ഉള്ളതെന്ന് നോക്കാം. അതോ ജഗദീഷേ, ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ 2 സിനിമാ നടന്മാരെ ശബ്ദം എടുക്കാം. സിനിമാ താരങ്ങളാണ്. എടുത്തോളൂ എടുത്തോളൂ. ആദ്യമായിട്ട് നമ്മുടെ മരിച്ചുപോയ NF വർഗീസ് ഉണ്ടല്ലോ, NF വർഗീസ്. ഓ, ആ നടന്റെ ശബ്ദം അനുകരിക്കാം. മോഹൻജി, തൻ്റെ ഒരു വല്ലാത്ത പൊസിഷനാടോ. എന്ത് കണ്ടിട്ടാണ് നിന്റെ ഈ അഹങ്കാരം? ഉണ്ടാക്കിയോ തന്തയ്ക്കോ വേണ്ട, തെളിവിന് പോലും ബാക്കി വയ്ക്കാതെ നിന്റെ തള്ളയും പോയി ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് അലയണത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണോടി. ഇവിടെ ഇരിക്കുമ്പോ ഗ്രൂപ്പ് കളി അപ്പുറത്ത് വേണ്ട. അടുത്തത് എൻ്റെ ശബ്ദവും ഒരു നടന്റെ ശബ്ദം ഒരുപോലെയാ. അതാരുടെയാ? ശ്രീ ജനാർദ്ദനൻ. ജനാർദ്ദനൻ. ഓക്കെ ഓക്കെ ഓക്കെ, ജനാർദ്ദനൻ. ഓക്കെ. അയ്യോ എന്റെ കർത്താവേ, അവളെന്നുള്ളയാളാ എന്റെ കാല് തല്ലി ഒടിച്ചത്. എടാ പൊന്നപ്പ ചിന്നപ്പ, അവളെ ഇങ്ങോട്ട് വിളിച്ചോളൂ. ആരാ? വളരെ നന്നായിരുന്നു. അച്ഛമാമന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രകടനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അടുത്തത് അവസാനമായിട്ട് നമ്മുടെ മാമുക്കോയുടെ ശബ്ദം. മാമുക്കോയ. മോനെ വാരിസ്ത കൊച്ചല്ല, അബുദാബിയിലെ എല്ലാവർക്കും അസ്ലാം വലൈക്കും. വലൈക്കും അസ്ലാം കൊച്ചമക്കളെ. ഓക്കെ, അച്ഛമാമനും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അടുത്തതായി ഈ മത്സരത്തിലേക്ക് വരുന്ന മറ്റാരുമല്ല, തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. വെൽക്കം ടു തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. പറഞ്ഞോളൂ സാർ. അമരം സിനിമയിലെ അശോകൻ. അശോകൻ. അമരം എന്ന സിനിമയിലെ അശോകൻ. ഓക്കെ, പോവാണോ? വഞ്ചിയായിട്ട് വരാനാണോ? ടീച്ചർ ചുമ്മാ കടമോട്ട് വന്നു, നാളെ തിരിച്ചണം. വളരെ നന്നായിരുന്നു. നല്ല ശബ്ദമായിരുന്നു. അടുത്തത് ഏതാണ്? അടുത്തത് തിക്രുശി സുകുമാരൻ നായർ. തിക്കുറിശി സുകുമാരൻ നായർ. ഓക്കെ, എടുക്കൂ സാർ. കിട്ടുന്നതിൽ നോക്കി ജപിക്കും
സ്വാമിനാഥന്റെ കൂടി വരാമെങ്കിൽ ഒരു പടി ഞാൻ പറഞ്ഞു തരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ തികണ്ടിയെ മുൻനിർത്തിയാണ് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു സർ. അടുത്തതായി ഈ മത്സരത്തിലേക്ക് വരികയാണ് എല്ലാവിധ ഭാവങ്ങളും ആവാഹിച്ചുകൊണ്ട് എല്ലാവരുടെയും കാല് പിടിച്ച് വാരി അടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് വരികയാണ് ലീഡർ ജി മാള. ആദ്യമേ തന്നെ എന്ത് പരിപാടി തുടങ്ങുമ്പോൾ ഗണപതിക്ക് വെച്ചുകൊണ്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ മലയാള സിനിമയിലെ ഗണപതി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടനാണ് ശ്രീ മധു. അദ്ദേഹത്തിൻ്റെ ഒച്ചയുണ്ടാക്കാം. മലയാള സിനിമയിലെ ഗണപതി മധു. അതെ, ഓക്കെ. മണിമംഗലത്ത് മാധവമേനോൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയ ബ്രിട്ടീഷ് സമരസേനാനിയായിരുന്നു എൻ്റെ അച്ഛൻ. കൺമുമ്പ് വെച്ച് ബ്രിട്ടീഷുകാരെ വെടിയേറ്റ് മരിച്ചപ്പോഴും എനിക്ക് ഇവിടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. എൻ്റെ മക്കളായിട്ട് എങ്ങനെ പെരുമാറിയാൽ എല്ലാത്തിനെയും ഞാൻ ചവിട്ടി പുറത്താക്കും. ഓർമ്മയിരിക്കട്ടെ. ഓക്കെ, അടിപൊളി, അടിപൊളിയാണ് സാർ, അടിപൊളിയാണ്. അടുത്തതാരാണ്? അടുത്തത് കോഴിക്കോടുകാരൻ, കറുത്തമുത്ത് കോഴിക്കോടിൻ്റെ ശ്രീനിവാസൻ. ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. കുണുക്കിട്ട കോഴി കൂള കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി നീ കേട്ടോ ശ്യാമളെ. എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം മുഴുകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തോന്നിച്ചു. അച്ഛൻ ഇതിലെ വന്നപ്പോൾ ഞാൻ അതിലെ പോയി, അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാൻ ഇതിലെ പോയി, പോയിട്ട് പിന്നെ വരാം. അടിപൊളി, അടിപൊളിയാണ്. അടുത്തത് ഇനി ആരെങ്കിലും ഉണ്ടോ? ശിവാജി ഇല്ല, തമിഴാണ്. ജയലളിതയായിട്ട് അത്ര ടൈംസിലല്ല ഞാൻ. എടുക്കൂ, അടുത്തെടുക്കൂ. മലയാളത്തിലെ ഒരു വില്ലൻ കഥാപാത്രം, വില്ലൻ, ഏറ്റവും കൂടുതൽ ബലാത്സംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വില്ലനാണ്. അതാരാണ്? ശ്രീ പ്രതാപ് ചന്ദ്രൻ. പ്രതാപ് ചന്ദ്രൻ, മലയാള സിനിമയിലെ പ്രതാപ് ചന്ദ്രൻ. CBI-യിലെ അനശ്വരമായ കഥാപാത്രം അനശ്വരമാക്കിയ പ്രതാപ് ചന്ദ്രൻ. CBI ഇങ്ങോട്ടിറക്കി വേടാ. എനിക്ക് ഡൽഹിയിൽ മാത്രമല്ലടാ പിടി, അങ്ങ് തിരുവനന്തപുരത്തുണ്ടടാ. ഞാനൊരു പോക്കുവല്ലേ, നിന്നെ കെട്ടിയിട്ടിച്ചിട്ടേ ഞാൻ മടങ്ങൂ. മുന്നേ ഫെഡറിക്ക് തോക്കായിട്ട് വേടാ. താങ്ക് യു. കഴിഞ്ഞോ? അപ്പോ 4 പാർട്ടിസിപ്പൻസും നമ്മുടെ ഈ വോയിസ് റൗണ്ടിൽ പങ്കെടുത്ത് നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്കോർ പറയുന്നില്ല, കിട്ടിയ അവസരം ഞാൻ മുതലേക്കുകയാണ്. ഇയാളുടെ ഏറ്റവും വലിയ കുഴപ്പം ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ പെർഫോം ചെയ്യാൻ ഇയാൾ പെർഫോം ചെയ്യാം. താൻ സൈൻ ചെയ്യണ്ട. ഇവിടുത്തെ മിന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പാടാം. വേണ്ട, താൻ പാടില്ല. വരൂ. അല്ല, ഞാൻ പെർഫോമൻസ് വരൂ. അല്ല, ഒരു പാട്ട് എൻ്റെ ഉണ്ട്, ഞാൻ പാടാറുണ്ട്. ഞാൻ ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ച് ഒരു നാടൻ പാട്ട് പാടി. ഈ സമ്മാനമൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞ് എടുത്തോളാം. മാറി നിന്നാ മതി. അപ്പൊ കാശ് കിട്ടിയില്ലെങ്കിലും പാട്ട് ഞാൻ പാടാറുണ്ട്. അപ്പൊ ഈ എന്നെ അനുകരിക്കുന്ന രാജീവ് കളമശ്ശേരി എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ, അവന്റെ ശബ്ദത്തിൽ ഞാനൊരു പാട്ട് പാടാൻ പോകും, ഒരു നാടൻ പാട്ട്. ഓക്കെ, തുടങ്ങല്ലോ. കന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. കന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം